സെനറ്റർ ഹൾക്ക് എന്ന ആൻഡ്രോയിഡ് റിസീവറിൻ്റെ അൺബോക്സിംഗ് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ക്രിസ്റ്റ ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചില സാങ്കേതിക കാരണങ്ങളാൽ ഏകദേശം 1.5 മാസത്തോളമായി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് വിപണിയിൽ ലഭ്യമായ ഏറ്റവും മികച്ച ആൻഡ്രോയിഡ് റിസീവറിലൊന്നാണ് ഈ സെനറ്റർ ഹൾക്ക്. 4 GB റാം അതേപോലെ 32 GB ഇൻറ്റേർണൽ മെമ്മറിയുള്ള 8K വീഡിയോ വരെ സപ്പോർട്ട് ചെയ്യുന്ന റിസീവറാണ് ഈ സെനറ്റർ ഹൾക്ക്. ഇത്ര മികച്ച സ്റ്റോറേജ് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ആപ്ലിക്കേഷൻസുകൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനോ അവ യൂസ് ചെയ്യുന്നതിനോ യാതൊരു തടസ്സവും നേരിടുന്നില്ല. വളരെ ഒതുക്കമുള്ള മികച്ചൊരു ഡിസൈനാണ് ഈ റിസീവറിൻ്റേത്. ഒരു മികച്ച റിസീവറിന് വേണ്ടതായ എല്ലാ കണക്ടിവിറ്റി പോർട്ടുകളും ഈ റിസീവറിനുമുണ്ട്. നിങ്ങളുടെ ആൻഡ്രോയിഡ് TV വരെ പെയർ ചെയ്യാവുന്ന ഒരു ഉഗ്രൻ ബ്ലൂടൂത്ത് റിമോട്ട് അടക്കം 2 റിമോട്ടുകളാണ് ഈ യൂണിറ്റിലുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണം 8K വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന 1.5 മീറ്ററോളം നീളമുള്ള HDMI കേബിളാണ്. സെനറ്റർ ഹൾക്ക് എന്ന കിടിലൻ പേരിനൊപ്പം നിൽക്കുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മെനുവാണ് ഈ റിസീവറിൻ്റേത്. ഏതൊരു മികച്ച റിസീവറിലുള്ള പോലെ തന്നെ ഇൻസ്റ്റലേഷനിൽ നമുക്ക് ആൻറ്റിന സെറ്റിംഗ്, മാനുവൽ സ്കാൻ, ബ്ലൈൻഡ് സ്കാൻ, യൂസാർ സെറ്റപ്പ്, മോട്ടോ സെറ്റിംഗ് എന്നിവ നമുക്ക് ആക്സസ് ചെയ്യാം. ഡിഷിൽ ഘടിപ്പിക്കുന്ന ഒരു മോട്ടറിൻ്റെ സഹായത്തോടുകൂടി ഡിഷിനെ ആവശ്യമായ സാറ്റലൈറ്റുകളിലേക്ക് തിരിക്കുന്നതിനാണ് ഈ മോട്ടോ സെറ്റിംഗ് ഉപയോഗിക്കുന്നത്. നെറ്റ്വർക്ക് എന്ന മെനുവിൽ നമുക്ക് ബോക്സിൽ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുന്നതിന് ആവശ്യമായ LAN, വൈഫൈ, അതുപോലെ VPN, ബ്ലൂടൂത്ത് എന്നീ സബ് മെനൂസാണുള്ളത്. ഈ റിസീവറിലെ മെയിൻ മെനൂസിൽ സെറ്റിംഗ്സ്, ചാനൽ, ആപ്ലിക്കേഷൻ, മീഡിയ എന്നിവ ഉൾപ്പെടുന്നു. ഇവയൊക്കെ എന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. മെയിൻ മെനുവിൽ ഏറ്റവും അവസാനമായി കൊടുത്തിരിക്കുന്ന അതർ എന്ന മെനുവാണ്. ഇവിടെ CA മെനു, സെർവർ സെറ്റിംഗ്, പാച്ച് മെനു, ഹോം ഷെയർ, റിമോട്ട് ഡിവൈസ് എന്നീ സബ് മെനൂസാണുള്ളത്. ഒരു പുതിയ റിസീവറിൽ സെർവർ എനേബിൾ ചെയ്യുന്നതിന് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതിനായി നമ്മളിവിടെ 1 GB സൈസുള്ള ഒരു ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്ത് ബോക്സിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അപ്ഡേറ്റ് എന്ന സബ് മെനു വഴി നമ്മൾ പെൻഡ്രൈവിൽ നിന്നും സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അങ്ങനെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന പ്രോസസ്സ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ടുള്ള സോഫ്റ്റ്വെയർ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ഇൻസ്റ്റലേഷൻ ഫിനിഷ് ആയി കഴിയുമ്പോൾ ബോക്സ് വീണ്ടും റീബൂട്ട് ആവുന്നതാണ്. മറ്റ് റിസീവറുകളെക്കാൾ ആൻഡ്രോയിഡ് റിസീവറിന് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്ത് വരാൻ കുറച്ച് സമയം ആവശ്യമുണ്ട്. അങ്ങനെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് സിസ്റ്റം അപ്ഡേറ്റ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതൊരു ആൻഡ്രോയിഡ് റിസീവറാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആപ്ലിക്കേഷനുകൾ നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനെ നമ്മൾ ആപ്ലിക്കേഷൻ എന്ന മെനുവിൽ ഓപ്പൺ ചെയ്യുക. നമ്മുടെ റിസീവറിന് ആവശ്യമായ പ്രധാനപ്പെട്ട എല്ലാ ആപ്ലിക്കേഷനുകളും നമുക്കിവിടെ കാണാൻ കഴിയും. ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ എത്തിച്ച റിസീവറാണ്, അതുകൊണ്ട് ഞാനിവിടെ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുന്നില്ല. ഒരു പെൻഡ്രൈവ് ഉപയോഗിച്ച് മീഡിയ എന്ന മെനുവിൽ നമുക്ക് മൂവീസ്, വീഡിയോസ്, മ്യൂസിക് തുടങ്ങിയവയൊക്കെ ആസ്വദിക്കാം. ചാനൽ എന്ന മെനു നമുക്ക് ചാനൽസ് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസാണ് നൽകുന്നത്. ഈ റിസീവറിൻ്റെ സെറ്റിംഗ് എന്ന മെനു നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മുടെ റിസീവറിന് ആവശ്യമായ എല്ലാവിധ സെറ്റിങ്ങുകളും പല സബ് മെനുവിലായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ യൂസേജ് സെറ്റിംഗ്, ടൈം, OSD, ഔട്ട്പുട്ട്, ഏരിയ, റെക്കോർഡ്, അതർ, CHMAX, പാരൻ്റൽ കൺട്രോൾ, ഫാക്ടറി ഡിഫോൾട്ട് എന്നീ സബ് മെനൂസാണുള്ളത്. ഒരു പുതിയ റിസീവറിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫാക്ടറി ഡിഫോൾട്ട് ചെയ്യേണ്ടത് ആ റിസീവറിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ലഭിക്കാൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഫാക്ടറി ഡിഫോൾട്ട് ചെയ്തിരിക്കുകയാണ്. ഈ റിസീവറിൽ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ ഇൻബിൽറ്റ് വൈഫൈക്ക് പുറമെ LAN പോർട്ട് കൂടി ഉണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ 13,000 രൂപയോളം വിലയുള്ള റിസീവറാണിത്. ഒരു കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ എത്തിച്ച റിസീവറാണ്, അതുകൊണ്ട് മറ്റു ഓപ്ഷൻസ് ഒന്നും നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ല. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിനൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനലിന് നൽകിയ എല്ലാവിധ പിന്തുണയ്ക്കും നന്ദിയും കൂടി അറിയിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾക്കോ ആവശ്യങ്ങൾക്കോ ആയി ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി.